കെ മുരളീധരന് സമനില തെറ്റിയിരിക്കുകയാണെന്ന് കെ മുരളീധരൻ തൃശ്ശൂരിൽ പറഞ്ഞത് ബി ജെ പിക്ക് കോഴിമുട്ടയാണ് കിട്ടാൻ പോകുന്നതെന്നാണ് അല്ലേ? ഇപ്പോഴോ കെ മുരളീധരൻ എന്താണ് പറയുന്നത്? ഏത് ലോകത്താണ് ഇവർ? എന്താണ് ഇവർ പറയുന്നതിന്റെ അടിസ്ഥാനം? കെ മുരളീധരനൊക്കെ സമനില തെറ്റിയിട്ട് എവിടെ നിന്ന് ജയിക്കും എന്നുള്ളത് കരയിൽ പിടിച്ചിട്ട് മീൻ പോലെ ഇങ്ങനെ പിടയ്ക്കുക. ഒരു മണ്ഡലത്തും പോയാൽ ജയിക്കൂല. ഇപ്പൊ വട്ടിയൂർക്കാവിൽ വന്നാൽ ജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ അന്നേ പറഞ്ഞു, ഇനി ബി ജെ പിയിൽ ചേരാതെ കെ മുരളീധരൻ കേരളത്തിന്റെ നിയമസഭ കാണില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ബി ജെ പിയിൽ അംഗത്വം എടുക്കാതെ കെ മുരളീധരൻ കേരളത്തിന്റെ നിയമസഭയുടെ കാലുകുത്തില്ല. അതെ, ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോ വാസുകിയെ ഫോറിൻ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനം ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ വിമർശനമായിരുന്നു സോഷ്യൽ മീഡിയയിലെ സഖാക്കളും സുഡാപ്പികളും പിന്നെ കുറെ ആൾക്കാരെല്ലാം ചേർന്നിട്ട്. അത് കേരളം വേറൊരു രാജ്യമാണെന്ന് വരുത്താനുള്ള ശ്രമമാണ്. വിദേശകാര്യ വക്താവ് ഇന്നലെ വ്യക്തമായി പറഞ്ഞു. എന്താണ് ഇതിൽ ഇടപെടാൻ എന്താണ് അധികാരമുള്ളത്? ഇനി കുറച്ചു കഴിഞ്ഞാൽ വിദേശകാര്യ മന്ത്രി എവർ വെക്കും. ഇവർക്ക് കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെടണം, കള്ളക്കടത്തിന് സഹായം കിട്ടണം, വിദേശത്ത് പടവും പിരിപ്പ് നടത്തണം, റെഡ് ക്രസന്റിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അഴിമതി നടത്തണം, ഇടയ്ക്കിടയ്ക്ക് ഗൾഫ് പോകണം, അമേരിക്കയിൽ പോയാലും തിരിച്ചു വരുന്ന വഴി ഒരാഴ്ച ഗൾഫിൽ തങ്ങണം, എന്തെങ്കിലും ഒരു സംഭവം ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടായാൽ ഉടനെ മന്ത്രിമാരെ അയക്കണം, അതിൻ്റെ പേരിൽ വേറെ കച്ചവടം നടത്തണം. അതിനെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഒഫീഷ്യലായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണിത്. IAS ഉദ്യോഗസ്ഥർ അവർ ഈ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ ഒന്ന് പാലിക്കുന്നത് നല്ലതാണ്. ഈ IASകാർ മുഴുവൻ ഈ പിണറായി വിജയൻ പറയുന്ന കേട്ട് നടന്നാൽ സർവീസിൽ അവർക്ക് ബുദ്ധിമുട്ട് വരും. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം മാറ്റി പറഞ്ഞു. ബി ജെ പിയോടുള്ള അയിത്തം തീർന്നു, ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആൾക്കാർക്ക് മടിയില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മുരളീധരനെ പോലെ ഇത്രയും വേഗം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കോൺഗ്രസിലില്ല. അതൊരു നിഷ്കളങ്കനായ മനുഷ്യനാണ്. പത്മജ അത് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചതിയാണ് മുരളീധരനോട് പിന്നെ സുധാകരനും സതീശനും കാണിക്കുന്നത്? ഈ KC വേണുഗോപാലിൻ്റെയും സുധാകരൻ്റെയും സതീശൻ്റെയും ഒക്കെ താല്പര്യത്തിന് വേണ്ടിയിട്ട് പാവം മുരളീധരനെ ബലിയാടാക്കുകയാണ്. ഞാൻ എപ്പോഴും ആ പോയിന്റിലാണ് നിൽക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് കൊണ്ടുപോയി അവിടെ നിർത്തുക. അദ്ദേഹം വേഗം വികാരത്തിന് അടിമപ്പെടുകയാണ്. ചതി എന്ന് പറഞ്ഞാൽ സൂപ്പർ ചതിയാണ്. കരുണാകരൻ്റെ മകനായാലും ഉമ്മൻചാണ്ടിയുടെ മകനായാലും കോൺഗ്രസിനകത്ത് അവരെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള വലിയൊരു സംഘം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് നിങ്ങൾ എടുക്കണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതേ ഗതിയാണ് ചാണ്ടി ഉമ്മനും വരാൻ പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെയും കരുണാകരൻ്റെയും ആൺമക്കളെ പുകച്ച് പുറത്ത് ചാടിക്കാൻ കോൺഗ്രസിനകത്ത് വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. മുരളീധരൻ വികാരത്തിന് അടിമട്ട് എപ്പോഴും അതിൻ്റെ പിന്നാലെ വശംബദനാവും. നേമത്ത് പോയി നിൽക്കുമെന്ന് പറഞ്ഞു. പാവം, നേമത്ത് പോയി നിന്നു. 10-15,000 വോട്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ തൃശ്ശൂരിലേക്ക് വിടുമെന്ന് പറഞ്ഞു. അദ്ദേഹം വണ്ടി കയറി തൃശ്ശൂരിലേക്ക് പോയി. വടകരയിൽ പിന്നെ ഷാഫിയെ കൊണ്ടുവന്നാലേ വേണുഗോപാലിന് ആലപ്പുഴ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം തട്ടാൻ പറ്റുന്ന ഒരു പന്ത് മുരളീധരൻ മാത്രമാണ്. നിങ്ങളത് മനസ്സിലാക്കണം. മുരളീധരനെ പ്രകോപിപ്പിച്ച് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചാലൊക്കെ അദ്ദേഹം പലതും പറയും. പക്ഷെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യാനുള്ള സംഘമാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.